ഈ പലായനങ്ങൾ കേരളത്തിന് അപകടകരം. വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ചില പ്രത്യേക പ്രദേശങ്ങളിൽ നിന്നും ആ പ്രദേശങ്ങളിൽ ന്യൂനപക്ഷങ്ങളായ സമുദായക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പലായനം ചെയ്യപ്പെടുകയാണ്. ഈ പലായനത്തിൻ്റെ പ്രധാന കാരണം അവർ ആ പ്രദേശങ്ങളിൽ കൃത്യമായ വിവേചനം നേരിടുന്നു എന്നതാണ്. ഒന്നുകിൽ അവർ അവിടെ രണ്ടാം തരം പൗരന്മാരാണെന്ന് അംഗീകരിച്ച് ജീവിക്കേണ്ടി വരുന്നു. അതിന് തയ്യാറല്ലാത്തവർ കിട്ടുന്ന വിലയ്ക്ക് തങ്ങളുടെ വീടും മറ്റ് സ്വത്തുക്കളും വിറ്റ് അവരുടെ സ്വന്തം നാടിനോട് വിട പറയേണ്ടി വരുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സാംസ്കാരികമായും വൈകാരികമായും ഒറ്റപ്പെടുന്ന മറ്റു സമുദായക്കാർക്ക് മുൻപിൽ വേറെ വഴികൾ ഇല്ലെന്ന് ചുരുക്കം. ഈ പലായനം വളരെ മന്ദഗതിയിലും ക്രമത്തിലും നടക്കുന്നതുകൊണ്ട് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ തങ്ങളുടെ വോട്ട് ബാങ്കിനെ അപ്രീതിപ്പെടുത്താതിരിക്കാൻ ഈ സത്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നടക്കുന്ന കുടിയേറ്റവും അപകടം വിതയ്ക്കുന്ന ഇങ്ങോട്ടുള്ള പലായനത്തിൻ്റെ മുൻപന്തിയിൽ തന്നെ വരും. നിർമ്മാണ ജോലികൾ, മരപ്പണി, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്കുകൾ തുടങ്ങി അധ്വാനം കൂടുതൽ ആവശ്യമുള്ള ഒട്ടുമിക്ക മേഖലകളിലും കുടിയേറ്റ തൊഴിലാളികളാണ് കൂടുതലും ഉള്ളത്. കുടിയേറ്റ തൊഴിലാളികൾ ആയി കടന്നുവരുന്നവരിൽ ഭൂരിപക്ഷവും ബംഗാളിൽ നിന്നുള്ളവരാണ്. എന്ന് മാത്രമല്ല, അവരിൽ പലരും ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തിയവരുമാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തിയവർക്ക് വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡും റേഷൻ കാർഡുമെല്ലാം നൽകപ്പെടുന്നത് വഴി അവർ ഇന്ത്യൻ പൗരന്മാരുടെ എല്ലാ ആനുകൂല്യങ്ങളും സ്വന്തമാക്കി ഇവിടെ ജീവിക്കുന്നു. ഇങ്ങനെ കുടിയേറ്റ തൊഴിലാളികളായി വരുന്നവർ നല്ലൊരു പങ്കും ഈ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ ആയതുകൊണ്ട് അവർ വഴിയും കേരളത്തിൽ സമുദായ സമവാക്യങ്ങൾ മാറ്റി എഴുതപ്പെടുന്നുണ്ട്. ഇങ്ങനെ കുടിയേറ്റ തൊഴിലാളികൾ ആയി വരുന്നവരിൽ ചിലരെ ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ശക്തമായി സ്വാധീനിക്കുകയും അവരുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ അവരെ ഉപയോഗിക്കുന്നതും ഈ നാളുകളിൽ നാം കണ്ടതാണ്. കേരളത്തിലെ സന്തുലിതാവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു പലായനമാണ് കേരളത്തിൽ നിന്ന് തൊഴിൽ തേടിയും മറ്റ് ജീവിത സൗകര്യങ്ങൾ തേടിയും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറ്റം നടത്തുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ. ഇവിടുത്തെ കുറഞ്ഞ വ്യവസായ വളർച്ചാ നിരക്കും തൊഴിലില്ലായ്മയും മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ നയവൈകല്യങ്ങളും ലക്ഷക്കണക്കിന് പേരെ കേരളം വിട്ട് മറ്റിടങ്ങളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുന്നു. ഇതിനെയും ഒരു അവസരമായി കണ്ട് കേരളത്തിലെ ചില ഭാഗങ്ങളിലേക്ക് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വളരെ ആസൂത്രണം ചെയ്ത രീതിയിൽ ഈ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ കുടിയേറി വന്ന് അവിടെ പല മേഖലകളിലും ആധിപത്യം ഉറപ്പിക്കുന്നു. വളരെ ആസൂത്രിതമായി നടത്തുന്ന ഈ കുടിയേറ്റങ്ങളുടെയും പലായനങ്ങളുടെയും ലക്ഷ്യം ജനസംഖ്യാപരമായ വലിയ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും പ്രത്യേക ന്യൂനപക്ഷ വോട്ട് ബാങ്ക് നിർമ്മിതിയും ആണോ എന്ന് കേരള സമൂഹം വളരെ അടിയന്തരമായി ചർച്ച ചെയ്യുകയും പരിഹാരമാർഗങ്ങൾ തേടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം പ്രവൃത്തികൾ വഴി കേരളത്തിൽ വ്യക്തമായ വർഗീയ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു.